മമതാ ബാനർജിയെ കുറിച്ച് നമ്മൾ എന്താണ് കേട്ടിട്ടുള്ളത്? മക്കളില്ലാത്ത, കുടുംബമില്ലാത്ത ഒരു മുഖ്യമന്ത്രി, രാഷ്ട്രീയ നേതാവ്, ഉടുത്തിരിക്കുന്ന വെള്ളസാരി, അങ്ങനെ വളരെ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന, ദരിദ്രയായി ജീവിക്കുന്ന ഒരു മുഖ്യമന്ത്രി. അവർ വേണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ എന്ന് വരെ ഇവിടുത്തെ സുഡാപ്പി ടീമുകളൊക്കെ പറഞ്ഞു നടന്നിരുന്നു. പക്ഷേ മമതാ ബാനർജിയെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ ഇപ്പോൾ വന്നിരിക്കുന്നു. പക്ഷേ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അത് പറഞ്ഞ് നിങ്ങൾ അറിയാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇന്ത്യ ലൈവ് പറയുകയാണ്. നിങ്ങൾക്ക് അവിശ്വസനീയമായിട്ട് തോന്നും. മമതാ ബാനർജിക്ക് ഒരു വിമാനമുണ്ട്, ഒരു ഹെലികോപ്റ്ററുമുണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല, ഇ ഡി കണ്ടെത്തിയതാണ്. എംബ്രോയർ ലെഗസി 600 എന്ന് പറയുന്ന ഒരു ബിസിനസ് വിമാനം, അഗസ്റ്റ 109 ഗ്രാൻഡ് ന്യൂ എന്ന് പറയുന്ന ഹെലികോപ്റ്റർ, ഇത് രണ്ടും മമതാ ബാനർജിയുടേതാണ് എന്ന് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നു. ഇതിനു വേണ്ടി ഉപയോഗിച്ച പണത്തിന്റെ ഭാഗമായ 440.42 കോടി, 440.42 രൂപ ഇ ഡി മരവിപ്പിച്ചു. ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ ഒരൊറ്റ മാധ്യമം ഇത് പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ നമ്മൾ ഇത് പറഞ്ഞതിന് ശേഷം ചില മാധ്യമങ്ങളിലൊക്കെ ചെറിയ വാർത്ത വന്നേക്കാം. നിങ്ങൾ ഓർക്കുന്നില്ലേ, കഴിഞ്ഞ ദിവസം അഹമ്മദാബാദ് സ്ഫോടന കേസിൽ 3 മലയാളികൾക്ക് വധശിക്ഷ വിധിച്ചു, അത് ശരിവെച്ചു ഹൈക്കോടതി. ഒരാൾക്ക് ജീവപര്യന്തം തടവ് കൊടുത്തു. 2 ഈരാറ്റുപേട്ടക്കാരും, ഒരു മലപ്പുറംകാരനും, ഒരു ആലുവക്കാരനും മലയാളികൾ. അതിന്റെ വാർത്ത കേരളത്തിലെ മാധ്യമങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്ത്? ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന മാധ്യമം അഹമ്മദാബാദ് ഹൈക്കോടതി സ്ഫോടന കേസിലെ ശിക്ഷ ശരിവെച്ചു എന്താ കൊടുത്തത്? എന്ത് ശരിവെച്ചു? 3 മലയാളികളെ തൂക്കിക്കൊല്ലാനും ഒരുത്തനെ ജീവിതകാലം മുഴുവൻ ജയിലിലിടാനും ഹൈക്കോടതി ഉത്തരവിട്ടത് ശിക്ഷ ശരിവെച്ചു എന്ന് വാർത്ത കൊടുത്ത ഏഷ്യാനെറ്റ്. ബാക്കി മാധ്യമങ്ങളുടെ കാര്യം പറയണ്ട. മാതൃഭൂമി പത്രത്തിൽ 11-ാം പേജിൽ ഒരു കുഞ്ഞു വാർത്ത. കാരണം ഇവിടെയുള്ള ഇസ്ലാമിസ്റ്റുകളെ പേടിച്ചിട്ട്, അല്ലെങ്കിൽ അവരുടെ പ്രീണനത്തിന് വഴിപ്പെട്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത്. ആ മാധ്യമങ്ങളാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാത്തത്. എന്തായാലും ഞാൻ അതേക്കുറിച്ച് പറയാം. 2021 3-ാം തവണ മമതാ ബാനർജി ബംഗാളിന്റെ മുഖ്യമന്ത്രിയാവുന്നു. അതേസമയം തന്നെ ബംഗാളിൽ ഒരു പുതിയ കമ്പനി ഉണ്ടാവുന്നു, കെയർവെൽ ഏവിയേഷൻ. കെയർവെൽ ഏവിയേഷൻ എന്ന് പറയുന്ന വിമാന കമ്പനി കൊൽക്കത്തയിൽ ഒരു ഓഫീസ് തുറക്കുന്നു. ഈ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുന്നു. മമതാ ബാനർജിയുടെ സ്വന്തം പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന്, മമതയുടെ സ്വന്തം പാർട്ടിയായ തൃണമൂലിന്റെ അക്കൗണ്ടിൽ നിന്ന് കെയർവെൽ ഏവിയേഷന്റെ കൊൽക്കത്തയിലെ 3 HDFC ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 160 കോടി രൂപ ട്രാൻസ്ഫർ ചെയ്തു. എന്നിട്ട് ഈ കെയർവെൽ ഏവിയേഷൻ പിന്നെ ഒരു കമ്പനി ഉണ്ടാക്കുന്നു. ആ കമ്പനിയിലേക്ക് കെയർവെൽ 82.96 കോടി രൂപ മാറ്റി. തീർന്നില്ല, കരീബിയൻ കടലിലുള്ള ഒരു ദ്വീപാണ് കേമാൻ ഐലൻഡ്സ്. ആ ദ്വീപ സമൂഹത്തിൽ നിന്ന് 1.7 മില്യൺ രൂപ ഈട് രഹിത വായ്പയായി ഇവർക്ക് കിട്ടുന്നു, കെയർവെല്ലിന് കിട്ടുന്നു. അതായത് മമതാ ബാനർജി മുഖ്യമന്ത്രിയാവുന്നു, ഉടൻ ഒരു കമ്പനി ഉണ്ടാക്കുന്നു. ഈ കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്ന് കോടികൾ തൃണമൂലിന്റെ അക്കൗണ്ടിൽ നിന്ന് മാറ്റുന്നു. അതുകൂടാതെ കേമാൻ ഐലൻഡിൽ നിന്നും വലിയ ഒരു ഹ്യൂജ് എമൗണ്ട്, വൻ തുക വരുന്നു. അതുകൊണ്ട് ഈ കമ്പനി ഒരു വിമാനവും ഒരു ഹെലികോപ്റ്ററും വാങ്ങുന്നു. തീർന്നില്ല, ഈ വിമാനവും ഹെലികോപ്റ്ററും ഉപയോഗിക്കാൻ ആകെ അർഹതയുള്ള ആളുകളായി കണ്ടെത്തിയിരുന്നത് മമതാ ബാനർജി, മമതയുടെ മരുമകനായ അഭിഷേക് ബാനർജി. ഇവർക്ക് 2 പേർക്കും സഞ്ചരിക്കാനുള്ള വിമാനം. അപ്പോൾ മമതയുടെ പേരിൽ വാങ്ങിച്ച പ്രശ്നമാവും. അതുകൊണ്ട് ഒരു കമ്പനി ഫ്ലോട്ട് ചെയ്തു, കമ്പനി ഉണ്ടാക്കി, കമ്പനിയുടെ പേരിൽ വാങ്ങിച്ചു. തീർന്നില്ല, എന്നിട്ടോ ഈ വിമാനത്തിൽ സഞ്ചരിക്കുന്നതിന്റെ പേരിൽ വിമാനത്തിന് തൃണമൂൽ കോൺഗ്രസ് പിന്നെയും വാടക കൊടുക്കുന്നതായി എഴുതി ഉണ്ടാക്കി കോടികൾ അങ്ങനെയും മാറ്റി. അപ്പൊ നോക്കൂ, സ്വന്തം പൈസ എടുത്ത് വേറൊരു കമ്പനിക്ക് കൊടുത്ത് വിമാനങ്ങൾ വാങ്ങിക്കുന്നു, ആ വിമാനത്തിൽ സഞ്ചരിക്കുന്നു, എന്നിട്ട് അതിന് വാടക കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നു. ഒന്നാന്തരം കള്ളപ്പണ ഇടപാട്. ഇതാണ് ഇ ഡി കണ്ടെത്തിയത്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അക്കൗണ്ടിൽ ഇ ഡി അങ്ങനെ കയറി ഇടപെടാറില്ല. ആം ആദ്മി പാർട്ടിയുടെ അക്കൗണ്ടിൽ ഇ ഡി പരിശോധന നടത്തി. അത് ഡൽഹിയിലെ മദ്യനയവുമായി ബന്ധപ്പെട്ട കേസ് വന്ന് രജിസ്റ്റർ ചെയ്തപ്പോഴാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഇത്തരം ചില ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ഒരു ഷെൽ കമ്പനി ഉണ്ടാക്കി, അതിന്റെ പേരിലേക്ക് വലിയ തോതിൽ പാർട്ടി ഫണ്ട് മാറ്റി വിമാനം വാങ്ങുകയും കേമാൻ ഐലൻഡിൽ നിന്ന് വലിയ തുക
എവിടെ നിന്നോ ഏതോ സോഴ്സിൽ നിന്ന് വരികയും ചെയ്തിട്ടുണ്ട് എന്ന് കാണിച്ച് മമതയുടെ കൂടെ ഉണ്ടായിരുന്ന ഋതബ്രത ബാനർജി പോലീസിനൊരു പരാതി കൊടുത്തു. ആ പരാതിയിൽ പോലീസ് എഫ്ഐആർ ഇട്ടു. അതേ തുടർന്നാണ് ഇ ഡി വന്നിരിക്കുന്നത്. ഇ ഡി വന്നു എന്ന് മാത്രമല്ല, ഇതിന്റെ രേഖകൾ പിടിച്ചെടുത്തു. കേർവെൽ ഏവിയേഷന്റെ കമ്പനികളിൽ റെയ്ഡ് നടത്തി, രേഖകൾ പിടിച്ചെടുത്തു. തൃണമൂലിന്റെ 440.42 കോടി രൂപ ഫ്രീസ് ചെയ്യുകയും ചെയ്തു. ഇതാണ് ഇടപാട്. അപ്പൊ നോക്കൂ, നമ്മൾ ആലോചിക്കണം, എത്രയും സിമ്പിളായിട്ട് ജീവിച്ചിരുന്ന ഒരു സ്ത്രീ, അവർക്ക് ഭർത്താവില്ല, മക്കളില്ല, ബന്ധുക്കളില്ല, അതുകൊണ്ട് ഒരഴിമതിയും നടത്തത്തില്ല എന്ന് വിചാരിച്ചിരുന്ന സ്ത്രീ, അവരാണ് ഇതൊക്കെ ചെയ്തിരുന്നത് എന്ന് പറയുമ്പോൾ ഞെട്ടിപ്പിക്കുന്നവരാണ്. എനിക്കറിയില്ല ഇതെന്താണ് ദേശീയ തലത്തിൽ വളരെ ശ്രദ്ധേയമായ ഇ ഡി പത്രസമ്മേളനം നടത്തി വാർത്താക്കുറിപ്പിറക്കിയ ഈ വാർത്ത കേരളത്തിലെ മാധ്യമങ്ങൾ എന്താണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യാത്തത്? പ്രിയപ്പെട്ടവരെ, ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് 5:29 ഉള്ളപ്പോഴാണ്, 5:30 മണിക്കാണ്. സത്യത്തിൽ ഇത് രാവിലെ ബ്രേക്ക് ചെയ്ത വാർത്തയാണ്. ദേശീയ ഏജൻസികൾ രാവിലെ ബ്രേക്ക് ചെയ്ത വാർത്തയാണ്. പക്ഷെ നമ്മുടെ പത്രങ്ങളിൽ അത് വന്നിട്ടില്ല, നമ്മുടെ ചാനലുകളിൽ വന്നിട്ടില്ല. രാവിലെ ഇന്ന് പകൽ മറ്റു ചില തിരക്കുകൾ ഉണ്ടായതുകൊണ്ട് എനിക്ക് രാവിലെ തന്നെ ഈ വാർത്ത നിങ്ങളെ അറിയിക്കാൻ കഴിഞ്ഞില്ല. മറ്റു ജോലികളുമായി ബന്ധപ്പെട്ട് ഞാൻ നല്ല തിരക്കായിരുന്നു. ഫ്രീ ആയപ്പോഴാണ് ഇങ്ങനൊരു കാര്യം നമ്മുടെ ഒരു മാധ്യമത്തിലും വന്നിട്ടില്ലല്ലോ എന്ന് കണ്ട് നിങ്ങളോട് പറയാൻ വേണ്ടി ഈ വൈകിയ വേളയിൽ ഇരുന്ന് ഞാനിത് ഷൂട്ട് ചെയ്തത്. അപ്പൊ നമ്മുടെ മാധ്യമങ്ങൾ ആരെയാണ് സംരക്ഷിക്കുന്നത്? കള്ളപ്പണക്കാരെ, വർഗീയ ഫാസിസ്റ്റുകളെ, ഭീകരന്മാരെ ഒക്കെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ മാധ്യമങ്ങൾ മാറിയിരിക്കുന്നു. ഇപ്പൊ ഞാനിപ്പോ അന്വേഷിച്ചു, ഈ കേമാൻ ഐലൻഡിന്റെ പ്രത്യേകത എന്താണ്? കേമാൻ ഐലൻഡ് എന്ന് പറയുന്നത് കരീബിയൻ കടലിലെ 3 ചെറിയ ദ്വീപുകൾ ചേർന്ന ഒരു ചെറിയ രാജ്യം എന്ന് വേണം പറയാം. ഒരു ഐലൻഡ്. അത് രാജ്യം എന്ന് പറയാവുന്ന അറിയില്ല, ബ്രിട്ടന്റെ ഓവർസീസ് ടെറിട്ടറിയാണ്. അവിടെ ക്യൂബയ്ക്ക് തെക്കും ജമൈക്കയ്ക്ക് വടക്ക് പടിഞ്ഞാറുമായിട്ടാണ് കരീബിയൻ കടലിൽ ഈ കേമാൻ ഐലൻഡ് ഉള്ളത്. അവന്റെ പ്രത്യേകത, അത് ടാക്സ് ഹെവൻ എന്നാണ് അറിയപ്പെടുന്നത്. നികുതി വേണ്ട, ആർക്കും ആദായ നികുതി കൊടുക്കണ്ട, കമ്പനികളാണ് വ്യക്തികളാണേലും ഒരാളും ടാക്സ് അടയ്ക്കണ്ട. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഒരുമാതിരിപ്പെട്ട ബിസിനസ്സുകാര്, രാഷ്ട്രീയക്കാര്, സെലിബ്രിറ്റികൾ തുടങ്ങിയവർക്കെല്ലാം ഈ കേമാൻ ഐലൻഡുമായി ഇടപാടുണ്ട്. അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാം, വലിയ തുക നിക്ഷേപിക്കാം. അവർ അതിന്റെ വിശദാംശങ്ങൾ ആരോടും പറയില്ല. നേരത്തെ സ്വിസ് ബാങ്കിലെ അക്കൗണ്ട് എന്നൊക്കെ നമ്മൾ പറയുമായിരുന്നല്ലോ, അതുപോലെ സുരക്ഷിതമായ ഒന്നാണ് കേമാൻ ഐലൻഡിലെ ഈ അക്കൗണ്ടുകളും സംവിധാനങ്ങളും. അവിടെ നിന്നാണ് വലിയ തുക $1.7 മില്യൺ മമതയ്ക്ക് വിമാനം വാങ്ങാൻ വേണ്ടിയിട്ട്, അഭിഷേക് ബാനർജിക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ള വിമാനം വാങ്ങാൻ വേണ്ടിയിട്ട് കേരവൽ ഏവിയേഷൻ വന്നിരിക്കുന്നത്. ഇനി ഈ കേമാൻ ഐലൻഡിൽ നിന്ന് ആരാണ് പണം അയച്ചത്, അതിന്റെ ഡീറ്റെയിൽസ് എന്താണ്, ഇതൊക്കെ വരാനിരിക്കുകയാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാട്. തീർച്ചയായിട്ടും മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന് രാജ്യാന്തര തലത്തിൽ നിന്ന് ഫണ്ട് വരും. നമ്മൾ അറിയുന്ന പോലെ ഇലക്ട്രൽ ബോണ്ട് വഴിയോ അല്ലെങ്കിൽ സംഭാവന പിരിച്ചോ മാത്രമല്ല തൃണമൂൽ പോലെയുള്ള പാർട്ടി പ്രവർത്തിക്കുന്നത്. കാരണം അതൊരു ഇസ്ലാമിക് സ്വഭാവമുള്ള പാർട്ടിയാണ്. ബംഗാളിനെ ഇസ്ലാം വൽക്കരിക്കുക, പറ്റുമെങ്കിൽ പശ്ചിമ ബംഗാളിനെ ബംഗ്ലാദേശിന്റെ ഭാഗമാക്കി മാറ്റി ഒരു വിശാല ബംഗ്ലാദേശ് ഉണ്ടാക്കുക, വിശാല ബംഗാൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ജയ് ബംഗ്ല എന്നുള്ള ബംഗ്ലാദേശിന്റെ മുദ്രാവാക്യം പോലും മുഴക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. അതുകൊണ്ട് സ്വാഭാവികമായും ലോകത്തെമ്പാടുമുള്ള ഇസ്ലാമിക ഫണ്ട് തൃണമൂൽ കോൺഗ്രസിന് വന്നിട്ടുണ്ട്. അത് ഒരുപക്ഷെ കേമാൻ ഐലൻഡ് വഴിയൊക്കെ ചാനലൈസ് ചെയ്ത് വന്നതായിരിക്കാം. ഏതായാലും വളരെ സസ്പീഷ്യസ് ആയിട്ടുള്ള സംശയകരമായിട്ടുള്ള ഇടപാടുകളാണ് തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഈ പറയുന്ന പോലെയുള്ള ദുരൂഹമായ ഇടപാടുകൾ നടക്കുന്ന കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ നടന്ന കാര്യങ്ങൾ നമ്മുടെ മാധ്യമങ്ങൾ നമ്മളോട് പറയില്ല. അത് അവർ മൂടിവെക്കും. അവരെ സംബന്ധിച്ചിടത്തോളം തൃണമൂലിന്റെ നേതാവ് മമതാ ബാനർജി നരേന്ദ്രമോദിയെ വീഴ്ത്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കാൻ സർവ്വതാ യോഗ്യയായ ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പിൽ ജനം അവരെ പുറങ്കാലിനടിച്ച് പുറത്താക്കി. അപ്പൊ മമത കാണിക്കുന്നത് എന്താണ്? നമ്മൾ ഇന്ന് ചില വീഡിയോകൾ കണ്ടു. മമതയ്ക്ക് വഴിയൊരുക്കാൻ വേണ്ടി നിൽക്കുന്ന പാർട്ടി പ്രവർത്തകന്റെ കാരണത്തടിക്കുന്നു, ആള് വരാത്തതിന് ദേഷ്യപ്പെടുന്നു, മമത ഇറങ്ങി നടക്കുമ്പോൾ മമതയ്ക്ക് നേരെയും ചീമട്ടയേറ് വരുന്നു. അങ്ങനെ വല്ലാതെ ജനങ്ങൾ തിരസ്കരിച്ച ഒരു നേതാവായി മാറിയ മമതയെ ഇപ്പോഴും സംരക്ഷിക്കാൻ വേണ്ടി കേരളത്തിലെ മാധ്യമങ്ങൾ എന്തിനാണ് ഇങ്ങനെ വാർത്തകൾ മുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും പ്രിയപ്പെട്ടവരെ, ഇത്തരം വാർത്തകൾ ദേശീയ തലത്തിലുണ്ടാവുന്ന ഇ ഡി കണ്ടെത്തിയ വിവരങ്ങളാണ് നമ്മുടെ മാധ്യമങ്ങൾ മറച്ചു വെച്ചിരിക്കുന്നത്. അത് എന്തായാലും ഞങ്ങൾ നിങ്ങളോട് പറയും, ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായാൽ മതി. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട പ്രേക്ഷകർ ഉറപ്പായിട്ടും അത് ചെയ്യണേ.